നാം ഒരു സ്വയം വിചാരണ നടത്തേണ്ടതുണ്ട്. നിസ്കാരം നമുക്ക് ഭാരമായി തോന്നുന്നുണ്ടോ, നമസ്കരിക്കാൻ നമുക്ക് മടി തോന്നുന്നുണ്ടോ, നിഫാഖ് നമ്മെ പിടികൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين صلوات الله وسلامه عليه وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم عباد الله وإياي بتقوى الله وأحثكم على طاعته وأحذركم من مخالفته وعصيان أمره وأستفتح بالذي هو خير أعوذ بالله من الشيطان الرجيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളായ ഇബാദുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മുഅ്മിനായ വ്യക്തി ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നിഫാഖിനെയാണ്, കപടവിശ്വാസത്തെയാണ്. കപടവിശ്വാസം അത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു മഹാരോഗമാണ്. സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെയും കാഫിറുകളെയും പറഞ്ഞതിന്റെ ശേഷം മുനാഫിഖുകളെ സംബന്ധിച്ചാണ് പരാമർശിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള.
വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ആ രോഗത്തെ അല്ലാഹു വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർ കളവ് പറഞ്ഞ കാരണത്താൽ. വിശുദ്ധ ഖുർആനിൽ 15 അതിലധികമോ സൂറകളിലായി 300-ലധികം ആയത്തുകൾ മുനാഫിഖുകളെ, കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് അവതരിച്ചിട്ടുള്ളത്. മാത്രമല്ല, സൂറത്തുൽ മുനാഫിഖൂൻ എന്ന ഒരു സൂറ മുഴുവൻ മുനാഫിഖുകളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 2 വചനങ്ങൾ മുഅ്മിനുകളെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ സൂറത്തുൽ ബഖറയിലെ 4 ആയത്തുകൾ മുഅ്മിനുകളെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ 2 ആയത്തുകളാണ് സത്യനിഷേധികളെ, അതല്ലെങ്കിൽ കാഫിറുകളെ സംബന്ധിച്ച് പരാമർശിച്ചത്. അതിനുശേഷം 13 ആയത്തുകൾ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ 13 ആയത്തുകൾ കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് അവതരിച്ചത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്, കാദൽ ഖുർആനു അൻ യകൂന കുല്ലുഹു ഫീ ശഅനിഹിം. ഖുർആൻ ഏതാണ്ട് മുഴുവൻ കപടവിശ്വാസികളെ സംബന്ധിച്ച് അവതരിച്ചതായി തോന്നിപ്പോകും. അതല്ലെങ്കിൽ ഏതാണ്ട് ഖുർആനൊക്കെ കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് എന്ന രൂപത്തിലാണ് ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. മനുഷ്യൻ, മുഅ്മിൻ സത്യവിശ്വാസി, കാഫിർ സത്യനിഷേധി, ഇങ്ങനെ 2 വിഭാഗമാണ് ഇസ്ലാമിന്റെ തുടക്കത്തിലുണ്ടായിരുന്നത്. പിൽക്കാലത്ത് അത് 3ആയി. മുനാഫിഖ്, കപടവിശ്വാസി എന്നൊരു വിഭാഗവും കൂടി അതിലേക്ക് ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് മുഅ്മിൻ, കാഫിർ എന്നീ 2 വിഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കാഫിറുകളിൽ ഭൂരിഭാഗവും മുശ്രിക്കുകളായിരുന്നു. അതില് ഖുറൈശികളായ മക്ക മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ വളരെ ചുരുക്കം അവരും മുശ്രിക്കുകൾ തന്നെയായിരുന്നു. ഇന്നത്തെ യുക്തിവാദികൾക്ക് സമാനമായ വളരെ ഒരു അപൂർവം ചില ആളുകളും ഉണ്ടായിരുന്നു. ഒമാ യുഹ്ലികുനാ ഇല്ല ദഹർ, ഞങ്ങൾ ഈ കാലമാണ് നശിപ്പിക്കുക എന്നല്ലാണ്ട് അങ്ങനെ ഒരു സൃഷ്ടാവൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചില ആളുകളും അക്കാലത്തുണ്ടായിരുന്നു, ഇന്നത്തെ യുക്തിവാദികളെ പോലെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ ശേഷം 3ാമത്തെ വിഭാഗം ഉടലെടുത്തു. അവരാണ് മുനാഫിക്കുകൾ. മുഅ്മിനുകള്, ദീനിനെ സഹായിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ഹിജ്റ പോയ മുഹാജിറുകൾ, അവരെ സഹായിച്ച അൻസാറുകൾ, മദീനയിലുള്ള ഇവര് യഥാർത്ഥ മുഅ്മിനുകളായിരുന്നു. അതോടൊപ്പം തന്നെ സത്യനിഷേധം പ്രകടമാക്കിയ, കുഫ്ർ പ്രകടമാക്കുകയും മുഅ്മിനുകളോട് ശത്രുത
പ്രത്യക്ഷത്തിൽ ശത്രുത വെച്ച് പുലർത്തുകയും ചെയ്ത ഒരു വിഭാഗമായ കാഫിറുകളും, മൂന്നാമത്തെ വിഭാഗമായ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ. അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിരിക്കും, പള്ളിയിലൊക്കെ ഉണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് നമസ്കരിക്കും, മുഅ്മിനുകൾക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളൊക്കെ അവരോട് ചേർന്ന് നിന്ന് അതൊക്കെ അനുഭവിക്കുകയും ചെയ്യും. പക്ഷേ അവർ വിശ്വാസപരമായി അവര് കപടവിശ്വാസികളായിരിക്കും. അവരാണ് മുനാഫിഖുകൾ. ഇവരെ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞത്. അവരെ അല്ലാത്ത രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മദീന ജീവിത കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു വിഭാഗം കാരണമാണ്, ഈ മുനാഫിഖുകൾ. നിഫാഖിനെ പണ്ഡിതന്മാർ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് അൻ നിഫാഖുൽ ഇഅ്തിഖാദി, വിശ്വാസത്തിലുള്ള നിഫാഖ്, കപടവിശ്വാസം. ഇത് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. വിശ്വാസത്തിലുള്ള നിഫാഖുണ്ടായാൽ അവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല, അവൻ ഈമാനിന്റെ ബൗണ്ടറിക്ക് പുറത്താണ്. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച നിഫാഖ് വിശ്വാസത്തിലുള്ള നിഫാഖാണ്. അത്തരം നിഫാഖുള്ളവർ, വിശ്വാസപരമായ നിഫാഖ് കാപട്യമുള്ളവർ, അവർ നരകത്തിൽ ശാശ്വതരാണ്. അതിന് ഖുർആനിൽ ധാരാളം തെളിവുകളുണ്ട്. സൂറത്തുൽ ബഖറയിലെ വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ, മനുഷ്യരിൽപ്പെട്ടവരാണ് ചിലർ, അവർ പറയും ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചു, നാവുകൊണ്ട് പറയും അവർ. വമാ ഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ സത്യവിശ്വാസികളല്ല, അവർ കപടവിശ്വാസികളാണ്. എന്താ കാരണം? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെയും അവർ വഞ്ചിക്കും. അവർ സത്യമല്ല പറയുന്നത് കളവാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, എന്നാൽ അവരുടെ മനസ്സാക്ഷിയെയാണ്, അവരുടെ ആത്മാവിനെയാണ് അവർ വഞ്ചിച്ചിട്ടുള്ളത്. വമാ യശ്ഉറൂൻ, അവരതിനെ അറിയുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, മുനാഫിഖുകൾ, അതായത് വിശ്വാസത്തിൽ നിഫാഖുള്ളവർ മുഅ്മിനീങ്ങളല്ല. മാത്രമല്ല സൂറത്തുൻ നിസായിലെ 145-ാം വചനം, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറ, കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, അവർക്ക് യാതൊരു സഹായിയും ഉണ്ടാവുകയില്ല. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹ്, പശ്ചാത്തപിക്കുകയും അവർ നന്നാക്കുകയും അവരുടെ വിശ്വാസത്തെ നന്നാക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുകയും ചെയ്തവരൊഴികെ. അപ്പൊ വിശ്വാസത്തിൽ വന്ന നിഫാഖ് അത് പിടിപെട്ടാൽ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇസ്ലാം ദീനിനെയും വെറുപ്പോടുകൂടി കാണുക, ഇത് വിശ്വാസത്തിൽ നിഫാഖുണ്ടാവാനുള്ള കാരണമാണ്.
അള്ളാഹുവിനെയും റസൂലിനെയും മുസ്ലിമാണെന്ന് പറയും. പക്ഷേ അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാം ദീനിനെയും വെറുപ്പോടുകൂടിയാണ്, പൂർണ്ണ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കാണൂല. അങ്ങനത്തെ ആളുകളുണ്ടാവും. അതേ പ്രകാരം തന്നെ ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണെന്ന് വിശ്വസിക്കാം. അങ്ങനെ തോന്നുക, അതല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. ശരിയാത്ത നിയമങ്ങളൊക്കെ അത് ഒന്നും മനുഷ്യനിക്ക് ഇന്നത്തെ കാലത്തിന് യോജിക്കൂല, അതൊക്കെ ഉൾക്കൊള്ളാനെന്ന് കുറച്ച് പ്രയാസമാണ് എന്ന് ഇവനിങ്ങനെ തോന്നുക. അത് നിഫാഖാണ്. അപ്പൊ അവൻ മുഅ്മിനല്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സുന്നത്ത് അത് കുറ്റമറ്റതല്ലെന്ന് വിശ്വസിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബിചര്യ അത് കുറ്റമറ്റതല്ല, അതിന് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാവുക. ഇത്തരം ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്, നേരത്തെ പറഞ്ഞ ആ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടവരാണ്. പ്രത്യക്ഷത്തിൽ അവര് മുഅ്മിനുകളായിട്ട് മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കും, ചമഞ്ഞു നടക്കും. അതെന്തിനാ? ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാനാണ്. അതേ പ്രകാരം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടെ അവർക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ, സംരക്ഷണം അവർക്കും ലഭിക്കണം. ഇവിടെയുണ്ടല്ലോ, ഒരു മഹല്ലിലാണ്, ഒരു മുസ്ലിം മഹല്ലാണ്, അവിടുന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. സക്കാത്തിന്റെ ആനുകൂല്യം കിട്ടും, ദാനധർമ്മങ്ങൾ കിട്ടും മുസ്ലിമാണ് എന്നുള്ള നിലയിൽ. അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? മുസ്ലിമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എന്തു പറയും? അനന്തരാവകാശം അത് നിയമമുണ്ടല്ലോ, അത് കുറച്ച് പ്രയാസ, സ്ത്രീകൾക്ക് ഉള്ള സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് കുറച്ച് പ്രയാസാണ്. അപ്പൊ എന്ത് ചെയ്യൂല? ഒരു കാനേഷുമാരി മുസ്ലിമായിട്ട് ഇങ്ങനെ കൂടുക. അത് ശരിക്കും മുനാഫിക്കാണ്, കപട വിശ്വാസിയാണ്. ഇതാണ് ഒന്നാമത്തെ നിഫാഖ്. നിഫാഖിലെ ഒന്നാമത്തെ ഇനം വിശ്വാസത്തിലുള്ള നിഫാഖ്. രണ്ടാമത്തതോ അത് അമലുകളിൽ, കർമ്മങ്ങളിലുള്ള നിഫാഖാണ്. അത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ സാക്ഷാൽ മുനാഫിഖാണ്. എന്ന് പറഞ്ഞാൽ അവൻ കർമ്മപരമായ മുനാഫിഖാണ്. വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തും മിൻഹുന്ന, ഈ 4ൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാലും അവനിൽ മുനാഫിഖിന്റെ ഒരു കാര്യം ഉണ്ടായി. അതേതൊക്കെയാണ്? ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന വഇദാ ഖാസമ ഫജറ. സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ ചതിക്കും. അതേ പ്രകാരം തമ്മിൽ തെറ്റിയാൽ അങ്ങേയറ്റത്തെ ഹക്കല്ലാത്ത കാര്യങ്ങൾ ചെയ്യും, അനാവശ്യം വിളിച്ചു പറയും. അതേ പ്രകാരം തന്നെ ഹക്കല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. പിന്നെ വെറും ഫുജൂറായിരിക്കും, പാപം. അവൻ വെറും പാപിയായിട്ട് മാറും തമ്മിൽ തെറ്റിയല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 ആൾ കൂടി തർക്കിക്കുമ്പോൾ അനാവശ്യം വിളിച്ചു പറയുന്നുണ്ടോ, അതല്ലെങ്കിൽ അവൻ ആക്രമിക്കുന്നുണ്ടോ, വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അവൻ മുനാഫിഖാണ്, കർമ്മപരമായ മുനാഫിഖാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ മുനാഫിഖ് സലാസുൻ, മുനാഫിഖിന്റെ അടയാളങ്ങൾ 3 നേരത്തെ പറഞ്ഞത് 4. ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാൻ. സംസാരിച്ചാൽ അവൻ എന്ത് ചെയ്യും? കളവേ പറയൂ. കരാറ് ചെയ്താൽ എന്ത് ചെയ്യും? അതിനവൻ ലംഘിക്കും. അതേ പ്രകാരം തന്നെ വിശ്വസിച്ചാൽ ചതിക്കുകയും ചെയ്യും. ഈ 3 അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ള 4 കാര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ അത് മുഴുവൻ അങ്ങോട്ട് ഒരുമിച്ച് കൂടിയാൽ പിന്നെ വിശ്വാസപരമായ മുനാഫിക്കാവാനും സാധ്യതയുണ്ട്. ഒന്നുണ്ടായാൽ തന്നെ
കർമ്മപരമായ മുനാഫിഖാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസപരമായ നിഫാഖും കർമ്മപരമായ നിഫാഖും വന്നുകൂടുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പൂർവികന്മാരായ സ്വഹാബത്തും സലഫുകളുമെല്ലാം നിഫാഖിനെ അങ്ങേ അറ്റം ഭയപ്പെട്ടിരുന്നു. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. എത്രത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദുകളിൽ പെട്ട ആളാണ്. മാത്രവുമല്ല ഇസ്ലാമിൽ അങ്ങേ അറ്റത്തെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം ചോദിച്ചു. അപ്പെന്താണ്, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു. അപ്പൊ മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ പട്ടിക അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ രഹസ്യമായി വിളിച്ചിട്ട് ചോദിച്ചു, ഉൻഷിദുക്കല്ലാഹ് ഹൽ ദക്കറനി റസൂലുള്ളാഹി മിനൽ മുനാഫിഖീൻ. എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നോക്കണം നമ്മൾ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിനെ മുൻനിർത്തി എന്നോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ആ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോന്ന്, മുനാഫിക്കുകളുടെ പട്ടിക തന്ന കൂട്ടത്തിൽ ഞാൻ പെടുവോന്ന്. ആരാണ് ഈ ചോദിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർളാഹ്. അപ്പോ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, നിങ്ങളതിലില്ല. പക്ഷേ നിങ്ങളല്ലാത്ത ഒരാളെയും ഞാൻ ശുദ്ധന്മാരാക്കുന്നില്ല. ഇനി വേറൊരാളുടെ കാര്യം ഞാൻ പറയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? അപ്പൊ നിഫാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് വരെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. പക്ഷെ അദ്ദേഹമില്ല, സ്വർഗം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നിഫാഖ് നമ്മിലേക്ക് വന്നുകൂടുന്നതിന് നാം ഭയപ്പെടണം. നാം ഒരു സ്വയം വിചാരണ നടത്തേണ്ടതുണ്ട്. നിസ്കാരം നമുക്ക് ഭാരമായി തോന്നുന്നുണ്ടോ? നമസ്കരിക്കാൻ നമുക്ക് മടി തോന്നുന്നുണ്ടോ? നിഫാഖ് നമ്മെ പിടികൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? നമസ്കരിക്കാൻ മടിയുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 142-ാം വചനം, വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. നമസ്കരിക്കാൻ വേണ്ടി അവർ ഒരുങ്ങിയാൽ, നിസ്കാരത്തിന്റെ സമയം വന്നാൽ അവർ മടിയന്മാരായിട്ട് നിസ്കാരത്തെ സമീപിക്കും. എന്താ മടി? അൽ ഫുതൂറു വത്തവാനി, തളർച്ച തോന്നുക, വൈകിക്കുക, പിന്നെ നിസ്കരിക്കാം എന്നുള്ള ഒരു തോന്നൽ. അതാണ് കസല്, മടി. മടിയുണ്ടോ? അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വൈദാ ഖാമു, ആ മുനാഫിക്കുകൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ, ഖാമു കുസാല, മടിയന്മാരായിട്ട് അവർ നിസ്കരിക്കാൻ വരും, നിസ്കാരത്തെ സമീപിക്കും. അതേ പ്രകാരം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, ധനം ചെലവഴിക്കാൻ വെറുപ്പ് തോന്നുന്നുണ്ടോ? നിഫാഖ് നമ്മെ പിടികൂടിയിട്ടുണ്ട്. വലാ യഅ്തൂന സ്വലാത്ത, സൂറത്തു തൗബയിലെ 54-ാം വചനം, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല. നമസ്കാരത്തെ അവർ മടിയന്മാരായിട്ടല്ലാതെ സമീപിക്കുകയില്ല. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുപ്പോടുകൂടിയല്ലാതെ അവര് ചെലവഴിക്കുകയില്ല. അങ്ങനെ മനസ്സ് ഇങ്ങനെ വെറുത്തിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ പള്ളിക്കല്ലേ എന്ന് വിചാരിച്ച് ഒരു പൊരുത്തല്ലാത്ത രൂപത്തിൽ കൊടുക്കുക, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമാക്കിയ കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് നിഫാക്കിന് നാം സൂക്ഷിക്കണം. നമസ്കാരം എന്ത് വേണം? നല്ല പൂർണ്ണ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, ആവേശത്തോടുകൂടി ജമാഅത്തിലേക്കൊക്കെ പങ്കെടുക്കാൻ. ആ നിസ്കാരം ജമാഅത്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു വിഷമം ഉണ്ടാവണം, ഉറക്കയത്ത് പോയല്ലോ. അല്ലാണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നിസ്കരിക്കും വേണമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മിൽ വന്നാൽ അത് പൈശാചികമായ ചിന്തയാണ്. അത് വരാതിരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ നാവുകളൊക്കെ അള്ളാഹുവിൻ്റെ ആ ദിക്ർ നമ്മുടെ നാവിലൊക്കെ എപ്പോഴും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഇന്ന് രക്ഷപ്പെടുക. അപ്പം ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിലും കർമ്മങ്ങളിലും നിഫാഖ് വന്ന് പെടാതെ നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ജഅലനല്ലാഹു മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. അഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له إرغاما لمن جحد به وكفر وأشهد أن محمدا عبده ورسوله خير من خطب على المنبر وخير من عبد وشكر وخير من وعظ واعتبر وخير من بشر وأنذر صلى الله عليه وعلى آله وصحبه ما اتصلت عين بنظر وأذن بخبر وسلم تسليما كثيرا. أيها الإخوة والأخوات اتقوا الله حق تقواه وراقبوه مراقبة من يعلم أنه يسمع ويرى. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നിഫാഖ് നമ്മെ പിടികൂടുന്നത് നാം ഭയപ്പെടണം, അതിനെ നാം ഗൗരവമായി കാണണം. അമലുകളിലും വിശ്വാസത്തിലും നിഫാഖ് വന്നു ചേരുന്നത് നാം സൂക്ഷിക്കണം. സലാത്തുൽ ഫജ്റും സലാത്തുൽ അസ്റും, സുബ്ഹി നമസ്കാരവും അസ്ർ നമസ്കാരവും മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാർ പറയാറുണ്ട്, സലാത്തുൽ ഫജ്റിന് കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ ഹാജരാകുന്നവനാണോ അവന് നിഫാഖ് ഉണ്ടാവൂല. തണുപ്പും ചൂടും ഒന്നും വകവെക്കാതെ പള്ളിയിലേക്ക് കിലോമീറ്ററുകളോ അതല്ലെങ്കിൽ അതിനേക്കാൾ ദൂരം ഒക്കെ താണ്ടി നടന്നോ അതല്ലെങ്കിൽ മറ്റുള്ള വാഹനമൊക്കെ പിടിച്ചിട്ട് ഓടിപ്പടഞ്ഞ് ചാടി എഴുന്നേറ്റ് വരുന്നവരുണ്ടോ അവർക്ക് നിഫാഖ് ഉണ്ടാവാൻ പ്രയാസമാണെന്നാണ് സലഫി പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നിഫാഖ് വന്നു ചേരുന്നതിനെ തൊട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك أعداء الدين. اللهم شتت شملهم وفرق جمعهم وأقلل عددهم وزلزل أقدامهم واجعل الخلاف بينهم. اللهم إنا نسألك موجبات رحمتك
وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على